ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ചിന്തയിലേക്ക് കടക്കുകയാണ്. എബ്രായലേഖനം 11-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് വായിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 35. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുപ്പിനാൽ തിരികെ കിട്ടി. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ച ഈ വിഷയം എന്ന് പറഞ്ഞ് 34-ാമത്തെ വാക്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പഠിക്കുകയായിരുന്നു. വാളിൻ്റെ വായ്ക്ക് തെറ്റി ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. ആ വാക്യത്തിൽ നിന്നുകൊണ്ട് പിന്നീട് ഒരു വാക്യം കൂടെ നമ്മൾ വായിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. അതിന് 37-ാമത്തെ വാക്യത്തിൽ കൂടെ നമ്മൾ കണ്ടത് വാളാൽ കൊല്ലപ്പെട്ടു. വിശ്വാസത്താൽ ഒരു കൂട്ടം ആൾക്കാർ വാളിൻ്റെ വായ്ത്തലയിൽ നിന്ന് രക്ഷ പ്രാപിച്ചുവെങ്കിൽ വിശ്വാസത്താൽ ഒരു കൂട്ടം ആൾക്കാർ വാൾ കൊണ്ട് കൊല്ലപ്പെടുവാനായിട്ടിടയായിത്തീർന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും നമ്മൾ പഠിച്ചു വന്ന വിഷയങ്ങൾ മുഴുവൻ വിശ്വാസം കൊണ്ട് പോസിറ്റീവായിട്ടുള്ള സ്റ്റെപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് മാനുഷികമായിരിക്കുന്ന കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് വളരെ അനുഗ്രഹമായിരിക്കുന്ന സന്തോഷപ്രദമായിരിക്കുന്ന വിശ്വാസത്തിൻ്റെ പ്രവർത്തനങ്ങളെയാണോ നമ്മൾ കണ്ടുകൊണ്ടേയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മൾ ചിന്തിക്കുവാനിടയായിത്തീർന്നത് വിശ്വാസം കൊണ്ട് പോസിറ്റീവായിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഇവിടെ പറയപ്പെടുന്നതായിരിക്കുന്ന ഒരു മരണം വരെ, വാളാൽ കൊല്ലപ്പെടുന്നത് വരെ വിശ്വാസം കൊണ്ട് സാധിച്ചുവെന്ന് മനസ്സിലാക്കുന്നു. എന്താണോ ആ വിഷയമെന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് രാത്രി നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ചിന്തയ്ക്ക് വേണ്ടി ഞാൻ ആ വാക്യത്തിലേക്ക് വീണ്ടും കടക്കുകയാണ്. 35-ാമത്തെ വാക്യം നമ്മളിപ്രകാരം വായിക്കുകയുണ്ടായി. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. വിശ്വാസത്താൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി സ്ത്രീകൾക്കൂടെ വെളിപ്പെട്ടപ്പോൾ അവർക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാനായിട്ട് കാരണമായിത്തീർന്നു. അവരുടെ വിശ്വാസം, ചില സ്ത്രീകളുടെ വിശ്വാസം തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാനായിട്ട് കാരണമായിത്തീർന്നു. മരണത്തിൽ നിന്നോ ജയമെടുക്കുവാനായിട്ട് അവർക്ക് കാരണമായിത്തീർന്നു. എന്താണ് വിഷയമായി തീർന്നത്? ആ പ്രിയപ്പെട്ട സഹോദരിമാരുടെ വിശ്വാസം. ആ വിശ്വാസമാണ് മരിച്ചവരെ ഉയർപ്പിക്കുവാനായിട്ട് കാരണമായിത്തീർന്നത്. എന്നാൽ താഴത്തെ വാക്യം പറയുന്നു, അതേ വിശ്വാസത്താൽ ചില പ്രിയപ്പെട്ടവർ ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു എന്ന് പറഞ്ഞാൽ ചിലർ അണ്ടർ പെർസിക്യൂഷനിൽ കൂടെ കടന്നുപോയി വാളാൽ കൊല്ലപ്പെടുവാനായിട്ട് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഒരു കൂട്ടം ആൾക്കാർ മരിച്ചതിൽ നിന്ന് എഴുന്നേൽക്കുവാൻ ഇടയായിത്തീർന്നുവെങ്കിൽ മറ്റൊരു കൂട്ടം ആൾക്കാർ മരിക്കുവാനായിട്ട് കാരണമായിത്തീർന്നു. അവർ മരിക്കുവാൻ ഇടയായിത്തീർന്നത് സാധാരണപ്പെട്ട ഒരു മരണമല്ല, ഒരു പെർസിക്യൂഷനിൽ കൂടെയുള്ള ഒരു മരണമാണ്. കഷ്ടാനുഭവത്തിൽ കൂടെ, പീഡനത്തിൽ കൂടെയുള്ള ഒരു മരണമാണ്. ഇന്ന് രാത്രി അത് 2 പാർട്ടായിട്ട് ഞാൻ തിരിച്ചുകൊണ്ട് നമ്മുടെ വിഷയത്തിൽ ഞാൻ ഇന്ന് നിൽക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ട് നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുള്ള ഭാഗങ്ങളൊക്കെ കൂടുതലും പഴയ നിയമത്തിൻ്റെ സംഭവങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ തുടർന്ന് പഠിക്കുവാൻ പോകുന്ന ഭാഗങ്ങൾ പഴയ നിയമത്തിൻ്റെ കാര്യങ്ങളല്ല. ദൈവത്തിൻ്റെ ദാസൻ എബ്രായ ലേഖനം എഴുതുന്ന ആ സമയത്ത് തങ്ങൾ അനുഭവിച്ചതായിരിക്കുന്ന കഷ്ടതകളെ മുൻപിൽ കണ്ടുകൊണ്ട് ആ സാക്ഷ്യത്തോടുകൂടെ താൻ എഴുതുവാനിടയായിത്തീർന്ന ഭാഗങ്ങളാണ് ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. എന്നാൽ അതിൻ്റെ ആദ്യത്തെ പാർട്ട് നമ്മൾ കാണുന്നു, സ്ത്രീകൾക്ക് എന്ത് കിട്ടി? തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അനേക സ്ത്രീകൾക്ക് അനേക സ്ത്രീകളുടെ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് കാരണമായി തീർന്നു എന്നുള്ളത് നമുക്കറിയാം. ഒരു വിധവയുടെ മകള് എഴുന്നേൽക്കുവാനായിട്ട് കാരണമായി തീർന്നു. അതോടൊപ്പം തന്നെ ലാസറിൻ്റെ സഹോദരിമാർക്ക് ലാസർ എഴുന്നേൽക്കുവാനായിട്ട് കാരണമായി തീർന്നു. ഇങ്ങനെ അനേക സംഭവങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. മരിച്ചവർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. എന്നാൽ ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത് ലാസറിൻ്റെ സഹോദരിമാരുടെ വിശ്വാസമായിരുന്നില്ല ലാസർ ഉയർത്തെഴുന്നേൽക്കുവാൻ കാരണമായിത്തീർന്നത്. നയീനിലെ വിധവയുടേതായ വിശ്വാസമായിരുന്നില്ല അവരുടെ മകൾ എഴുന്നേൽക്കുവാനായിട്ട് കാരണമായിത്തീർന്നത്. പിന്നെയോ എന്താണ് കാരണമായിത്തീർന്നതൊക്കെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രവർത്തനമാണോ ഇവരെ എഴുന്നേൽപ്പിക്കുവാൻ കാരണമായിത്തീർന്നത്? കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിശ്വാസമാണ്. യേശുക്രിസ്തു ലാസറിന്റെ കല്ലറയ്ക്കൽ നിൽക്കുമ്പോഴും സഹോദരിമാർ പറയുന്ന ഒരു വേർഡ് ഇപ്രകാരമാണ്, ഗുരു മരിച്ചു 4 ദിവസമായി നാറ്റം വെച്ച് തുടങ്ങി, ഇനിയും രക്ഷപ്പെടുത്തുവാൻ സാധ്യമല്ല.
അപ്പോൾ തങ്ങളുടെ സഹോദരിമാര് തങ്ങളുടെ സഹോദരൻ എഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കാത്ത സമയത്തുകൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശ്വാസം, യേശുക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ് മരിച്ച ലാസർ എഴുന്നേൽക്കുവാനായിട്ട് കാരണമായി തീർന്നത്. ശവമഞ്ചൻ ചുമ്മിക്കൊണ്ട് കടന്നു പോകുക ഈ അമ്മയ്ക്ക് ഒരു ചിന്തയുമില്ല, ഈ മകൻ രക്ഷപ്പെടുമെന്നൊരു ചിന്തയുമില്ല. എങ്കിലും അവിടെ വെച്ച് കർത്താവായ യേശുക്രിസ്തു മഞ്ചം ചുമക്കുന്നവരോട് നിർത്തുവാൻ പറഞ്ഞിട്ട് യേശുക്രിസ്തു ആ ബാല്യക്കാരനെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാനായിട്ട് കാരണമായി തീർന്നു. അത് അമ്മയുടെ വിശ്വാസം കൊണ്ടല്ല, കർത്താവായ യേശുക്രിസ്തുവിലുള്ളതായിരിക്കുന്ന ജീവന്റെ ശക്തി വെളിപ്പെടുവാനിടയായിത്തീർന്നത്. എന്നാൽ ഇന്ന് രാത്രി നമ്മുടെ വിഷയം അവിടെയല്ല. അവിടുത്തെ വിഷയം പറയുന്നത് സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരുന്ന ഒരു വിഷയമായിരിക്കും നമ്മൾ ഇന്ന് പാഠം വായിച്ച ശൂനേം കാര്യത്തിയുടെ വിഷയം എന്ന് പറയുന്നത്. പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എലീശ എന്ന പ്രവാചകന്റെ കൂടെ ദൈവം ചെയ്യുവാൻ ഇടയായിത്തീർന്ന മറ്റൊരു വലിയ അത്ഭുതമായിരുന്നു ശൂനേം കാര്യത്തിയുടെ മകൻ ജീവിക്കുവാനായിട്ട് കാരണമായി തീർന്നത്. ശൂനേം കാര്യത്തെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. വായിച്ചോട്ടെ, 2 Kings chapter 4 വേഴ്സ് നമ്പർ 8, 8ാമത്തെ വാക്യം. അത് ഇംഗ്ലീഷ് ബൈബിൾ, മലയാളം ബൈബിളുള്ളവർ വായിക്കുക. ഒരു ദിവസം എലീശ ശൂനേമിലേക്ക് പോയി. അവിടെ ധനികയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. മതി, എ വെൽതി വുമൺ. ഓൾഡ് ട്രാൻസ്ലേഷൻ, കിങ് ജെയിംസ് ട്രാൻസ്ലേഷൻ ഉള്ളവരൊന്ന് വായിച്ചാൽ എ ഗ്രേറ്റ് വുമൻ. അവിടെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത്. മലയാളം ബൈബിളിൽ ധനികയായൊരു സ്ത്രീ എന്നും പുതിയ ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്ന വേർഡ് ധനികയായിരിക്കുന്ന സ്ത്രീ എന്നാണ്. എന്നാൽ ഇവിടെ പഴയ ട്രാൻസ്ലേഷൻ നമ്മൾ പഠിക്കുമ്പോൾ കിങ് ജെയിംസ് വേർഷനിൽ നമ്മൾ നോക്കുന്ന ആ സമയത്ത് ആ സ്ത്രീയെക്കുറിച്ച് കൊടുത്തിരിക്കുന്ന ഒരു പേര് ധനികയായ സ്ത്രീ മാത്രമെന്നല്ല, എ ഗ്രേറ്റ് വുമൺ, ഒരു വലിയ ഉന്നതമായിരിക്കുന്ന ഒരു സ്ത്രീ. എന്തായിരുന്നു ഈ സ്ത്രീയുടെ ഗ്രേറ്റ്നെസ് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ മാത്രമേ എങ്ങനെ അവരുടെ കുഞ്ഞ് എഴുന്നേൽക്കുവാൻ കാരണമായി തീർന്നുവെന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. വേദപുസ്തകത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന എന്നാൽ വളരെ ചുരുക്കം ചില വാക്കുകൾ മാത്രം ഒതുക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ക്യാരക്ടറാണോ ശൂനേം കാര്യത്തി എന്ന് പറയുന്നത്. ചുരുക്കം ചില ഭാഗങ്ങൾ മാത്രമേ നമ്മൾ കാണുവാൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഒരു സ്ത്രീക്ക് കാണുന്നതായിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന ക്വാളിറ്റീസ് ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു ഈ ശൂനേം കാര്യത്തി എന്നുള്ളത് മനസ്സിലാക്കാം. ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ തന്നെ ശൂനേം കാര്യത്തെക്കുറിച്ച് പറയുന്നത് ധനികയായൊരു സ്ത്രീ എന്ന് അവിടെ പറയുമ്പോൾ അതൊട്ടും സംശയിക്കേണ്ടാത്ത ഒരു കാര്യമാണ്. കാരണം ആ ശൂനേം കാര്യത്തെക്കുറിച്ച് പറയുന്ന ഒരു വേർഡ് ഇപ്രകാരമാണ്. പ്രവാചകൻ അതുവഴി കൂടെ കൂടെ കടന്നു പോകുന്നത് കണ്ടിട്ട് തൻ്റെ ഭർത്താവിനോട് പറഞ്ഞിട്ട് പ്രവാചകന് വേണ്ടി ഒരു ചെറിയൊരു ഭവനവും ആ ഭവനത്തിൽ പ്രവാചകൻ ആവശ്യമായിരിക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങിയെടുത്തക്കവണ്ണം സാമ്പത്തികമായിരിക്കുന്ന ഒരു ഉന്നത നിലവാരത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ് ഇത് എന്നുള്ളത് സംശയമില്ല. എന്നാൽ ഇന്ന് ഞാൻ ചിന്തിപ്പിക്കുവാൻ പോകുന്നത് ഈ സ്ത്രീയുടെ ഗ്രേറ്റ്നെസ് എന്തായിരുന്നു എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അവരുടെ വിശ്വാസം കൊണ്ടുവന്ന് ഞാനിവിടെ അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശൂനേം കാര്യത്തിയുടെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. വളരെ നല്ല ഒരു കുടുംബ പശ്ചാത്തലമാണ് ശൂനേം കാര്യത്തിക്കുള്ളത്. ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തൻ്റെതായിരിക്കുന്ന ഭർത്താവ് ധനാഠ്യനായിരിക്കുന്ന ഒരു മനുഷ്യൻ, അവർക്ക് ഇഷ്ടം പോലെ വസ്തുവകൾ ഉണ്ട്, ധാന്യ സമൃദ്ധി ഉണ്ട്. ഇതൊക്കെയും ഈ സമൃദ്ധിയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയിൽ ദൈവം കണ്ടതായിരിക്കുന്ന ചില ശ്രേഷ്ഠമായിരിക്കുന്ന ക്വാളിറ്റീസ്. ഒന്നാമത്തെ അവരുടെ ക്വാളിറ്റിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ അതിനുശേഷം അവരുടെ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതായിരിക്കും. ഫസ്റ്റ് ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ ഹോസ്പിറ്റാലിറ്റി. നോട്ട് ചെയ്താണ് ഹോസ്പിറ്റാലിറ്റി. ആ വേർഡ്, 8ാമത്തെ വേർഡ് ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ട്. ആ വേർഡിൽ അവിടെ ഒരു വാക്ക് അടക്കപ്പെട്ടിട്ടുണ്ട്. ശ്രദ്ധിക്കുക, വേർഡ് ഭക്ഷണത്തിന് വരേണ്ടതിന് നിർബന്ധിച്ചു. സാധാരണപ്പെട്ട ഒരു രീതിയിലായിരുന്നില്ല എലീശയെ ഭക്ഷണത്തിന് വേണ്ടി വിളിച്ചത്. പിന്നെയോ ഒരു ഫോഴ്സിബിൾ സിറ്റുവേഷൻ ആയിരുന്നു. വേണമായിരുന്നെങ്കിൽ കണ്ണടച്ച് കളയാമായിരുന്നു വഴിയെ പോകുന്ന ഒരു വ്യക്തി. നിങ്ങൾ മനസ്സിലാക്കണം, ആ ഓൺ ദ സ്പോട്ടിൽ ആദ്യത്തെ വരവിൽ അല്ല എലീശയെക്കുറിച്ച് വ്യക്തമായിട്ട് ഈ സ്ത്രീ മനസ്സിലാക്കിയത്. പിന്നെയോ നാളുകളായിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എലീശ ഈ സ്ത്രീ മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്.
എന്നാൽ എലീശയെ കണ്ടപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കി, ഒരു ദൈവദാസനാണ് എന്നുള്ള വാക്ക് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ ഭവനത്തിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി നിർബന്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ നിർബന്ധമാണ് ഈ നിർബന്ധം എന്തുകൊണ്ട് വെളിപ്പെടുത്തപ്പെട്ടു? ഈ സ്ത്രീയുടെ ഹോസ്പിറ്റാലിറ്റിയാണോ നമ്മളത് കാണുവാൻ സാധിക്കുന്നത്? അവരുടെ ഹോസ്പിറ്റാലിറ്റിയുടെ ഒരു പ്രത്യേകതയുടെയാണ്. അതിനടുത്ത വാക്യം താഴെ പറയുമ്പോൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, എലീശ പിന്നീട് അതുവഴി പോകുന്ന സമയത്തൊക്കെ ആ ഭവനത്തിൽ കടന്നു ചെല്ലുമായിരുന്നു. അപ്പോൾ തനിക്ക് വളരെ സന്തോഷമായിട്ട് കടന്നു ചെല്ലുവാൻ തക്കവണ്ണം തൻ്റെ മനസ്സൂടെ ഇഷ്ടപ്പെട്ട ഒരു ഭവനമായിരുന്നു ശൂനേംകാരത്തി. എന്ന് പറഞ്ഞാൽ ഈ ഭവനത്തിലേക്ക് എലീശ കടന്നു ചെല്ലുമ്പോൾ തനിക്ക് വേണ്ടതായിരിക്കുന്ന ഒരു എൻവയോൺമെൻറ്റ്, തനിക്ക് ഉണ്ടാകേണ്ടതായിരിക്കുന്ന ഒരു നല്ല അവസ്ഥകൾ ഈ ഭവനത്തിൽ തനിക്ക് ലഭിക്കപ്പെട്ടു എന്നുള്ളത് ഈ സ്ത്രീയുടെ രണ്ടാമത്തെ പ്രത്യേകതയാണ്. അവളുടെ മൂന്നാമത്തെ പ്രത്യേകതയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ, ഹോസ്പിറ്റാലിറ്റിയുടെ മൂന്നാമത്തെ പാർട്ടിലേക്ക് നോക്കുമ്പോൾ, അവൾ ഒരു കാര്യം മനസ്സിലാക്കി. ഇതുവഴിയായിട്ട് വല്ലപ്പോഴും വരുന്ന ഒരു വ്യക്തിയാണ്, കൂടെ കടന്നു ചെല്ലുമ്പോൾ അവരുടെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് നിഗ്ലക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ശൂനേംകാരത്തി ഒരു കാര്യം ആഗ്രഹിച്ചു. തൻ്റെ ഭർത്താവിനോട് പറഞ്ഞിട്ട് ഒരു കാര്യം പ്രേരിപ്പിക്കുകയാണ്, ഈ മനുഷ്യന് ഒരു ഭവനമുണ്ടാകണം. ഈ ശൂന്യകാരത്തിയുടെ ഈ പ്രത്യേകമായിരിക്കുന്ന വാചകത്തിൽ അവളുടെ ഒരു സ്വഭാവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. വായിച്ചോട്ട് അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. വിശുദ്ധനാരിക ദൈവപുരുഷൻ ഞാൻ കാണുന്നു. വെറും ഒരു സാധാരണപ്പെട്ട ഒരു ഹോസ്പിറ്റാലിറ്റി മെന്റാലിറ്റി ആയിരുന്നില്ല അവളുടെ ജീവിതത്തിൽ. ഒരു പ്രത്യേകതയായിരുന്നു. അവിടെ പറയുന്നത് ഈ ദൈവപുരുഷനെ അവൾ കാണുന്നു. എന്തായിട്ടാ കാണുന്നത്? തൻ്റെ ഭർത്താവിനോട് പറയുന്ന ഒരു വേർഡാണ്, അവൻ വിശുദ്ധനായിരിക്കുന്ന ഒരു പുരുഷൻ എന്ന് ഞാൻ കാണുന്നു. അപ്പോൾ സ്ത്രീ ഈ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ഈ പ്രവാചകൻ തൻ്റെ ഭവനത്തിൽ കടന്നു ചെന്നപ്പോൾ അവൾ വളരെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തി ഒന്നായിരുന്നു, ഈ പ്രവാചകൻ എന്ന് പറയുന്നത് സാധാരണപ്പെട്ട ഒരു ഇസ്രായേലിനെ പോലെ അല്ല, പിന്നെയോ അവൻ ഒരു വിശുദ്ധനായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. വളരെ നന്നായിട്ട് പെർസീവ് ചെയ്തു. ആദ്യം താൻ അത്രയും മനസ്സിലാക്കിയില്ലേ. എന്നാൽ അടുത്ത വേർഡിൽ കൂടെ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ ദൈവപുരുഷൻ തൻ്റെ ഭവനത്തിൽ കടന്നു വരുമ്പോൾ ആ മനുഷ്യന് എന്തെല്ലാം ആവശ്യമാണോ അത് മുഴുവൻ ഒരുക്കുവാൻ തക്കവണ്ണം അവൾക്ക് ഒരു മനസ്സുണ്ടായിരുന്നുള്ളതാണ് 4-ാമത്തെ പ്രത്യേകത. നിങ്ങൾ മനസ്സിലാക്കണം, ഈ വ്യക്തി ഈ എലീശ തൻ്റെ ഭവനത്തിൽ കടന്നു വരുമ്പോൾ, കഴിഞ്ഞ നാളുകളൊക്കെ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് പോകുന്നുണ്ട്. ഒറ്റ വന്നാലും പോയാലും ഒരു ദിവസത്തെ കാര്യമേ ഉള്ളൂ. പക്ഷേ അവളുടെ മനസ്സിലൊരാഗ്രഹം തോന്നി, ഈ മനുഷ്യൻ ഒരു ദൈവപുരുഷനായതുകൊണ്ട് ഈ മനുഷ്യന് ഇനിയും എൻ്റെ വീട്ടിൽ കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ഭവനം പണിത് അദ്ദേഹത്തിന് വേണ്ട സകലതുമായിരിക്കുന്ന വീട്ട് സാമഗ്രികൾ അതിനകത്ത് ഒരുക്കി ഒരു രീതിയിലും ഈ ദൈവപുരുഷന് ഒരു പ്രയാസം വരാത്ത രീതിയിൽ ഈ ദൈവപുരുഷനെ കരുതുവാൻ തക്കവണ്ണം ശൂന്യക്കാരത്തിക്ക് സാധ്യമായി. തൻ്റെ ഭർത്താവിന് ഇത്ര ചിന്തയൊന്നുമില്ല. പക്ഷേ ശൂന്യക്കാരത്തിയുടെ ചിന്ത എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിൽ ഈ പ്രത്യേകമായിരിക്കുന്ന ദൈവപുരുഷനെ താൻ മനസ്സിലാക്കി. നിങ്ങൾ മനസ്സിലാക്കണം, ഓരോ പ്രാവശ്യവും ഈ ദൈവപുരുഷൻ കടന്നു ചെല്ലുമ്പോൾ ശൂന്യക്കാരത്തി വളരെ വാച്ച്ഫുള്ളായിരുന്നു. എങ്ങനെയുള്ള മനുഷ്യൻ, എന്താണ് പ്രത്യേകത? ഒരുപക്ഷെ എലീശയുടെ ഓരോ മൂവ്മെൻറ്റ്സ് എലീശ ആരെന്നുള്ളത് വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നുവെങ്കിൽ അവളുടെ ജീവിതത്തിൽ ഒരു സത്യത്തിലേക്ക് കടന്നു വന്നു. ഈ മനുഷ്യൻ ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യനല്ല, ഈ മനുഷ്യൻ വിശുദ്ധനായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, അദ്ദേഹത്തിന് വേണ്ട സകലതുമായിരിക്കുന്ന സുഖ സൗകര്യങ്ങൾ ഒരുക്കുവാൻ തക്കവണ്ണം ഈ സ്ത്രീക്ക് സാധ്യമായി തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, സാധാരണപ്പെട്ട ഒരു വ്യക്തിക്ക് ഇത്രയും കടന്ന് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയാം, അബ്രഹാം തൻ്റെ മകനാകുന്ന ഇസ്ഹാക്കിന് വേണ്ടി ഭാര്യയെ തേടി തൻ്റെ ദാസനാകുന്ന എലിയാസറിനെ അയക്കുമ്പോൾ എലിയാസർ വെള്ളത്തിൻ്റെ കിണറ്റിൻ്റെ വാതിക്കൽ എന്ന് പറയുന്ന ഒരു വേർഡുണ്ട്. ഞാൻ ഇവിടെ കടന്നു വരുന്ന ഒരു പെൺകുട്ടിയോട് ഒരു ചോദ്യം ചോദിക്കുന്നത്, എനിക്ക് കുടിപ്പാൻ വെള്ളം തരണം. പക്ഷെങ്കിൽ അവൾ ഒന്ന് പറയണം, നിനക്ക് മാത്രമല്ല നിന്റെ ഒട്ടകങ്ങൾ കൂടെ വേണ്ടുവോളം ഞാൻ കോരിക്കൊടുക്കാമെന്ന് പറയുന്ന സ്ത്രീ ആയിരിക്കും എൻ്റെ യജമാൻ്റെ മകൻ്റെ ഭാര്യ. ശ്രദ്ധിക്കണം, ചോദിച്ച ചോദ്യം കൊച്ചു ചോദ്യമാണ്.
പക്ഷെ താൻ എക്സ്പെക്റ്റ് ചെയ്തത് അതിലും വലിയ കാര്യമാണ്. അന്നത്തെ കാലത്ത് കിണറ്റിൻ്റെ താഴോട്ട് പടിപടിയായിട്ട് ഇറങ്ങി കുടത്തിൽ വെള്ളം ചുമന്നുകൊണ്ട് മേളിൽ കൊണ്ടുവരണം. നിങ്ങൾക്കറിയാം ഒട്ടകത്തിന് എത്രമാത്രം വെള്ളം കൊടുത്താൽ മതിയാകും. പക്ഷെങ്കിൽ ഈ ഏലിയാസ് ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്, ഈ സ്ത്രീക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണം. ഞാൻ ചോദിക്കുന്നതല്ല മാത്രമല്ല അവൾ തരേണ്ടത്, എൻ്റെ ആവശ്യം മനസ്സിലാക്കി മുഴുവൻ തരുവാൻ അവൾക്ക് ഒരു മനസ്സുണ്ടായിരിക്കും. മനസ്സിലാക്കി ഞാൻ ചിന്തിക്കുക. ഒരു കൊച്ചു ചോദ്യം കൊണ്ട് അവിടെ അവസാനിപ്പിക്കുകയല്ല. ഇവിടെ പ്രവാചകന് വേണമായിരുന്നെങ്കിൽ ഒരു റൂം വേണേ സെപ്പറേറ്റ് ചെയ്തിട്ട് അവിടെ കിടത്തിയും വിടാമായിരുന്നു. പക്ഷേ അതായിരുന്നില്ല അവളുടെ ചിന്ത. എൻ്റെ ഭവനത്തിൽ കടന്നു വരുന്ന ദൈവപുരുഷനായുള്ള ഈ മനുഷ്യന് ഒരു രീതിയിലും ഒരു പ്രയാസവും വരുത്താതെ വണ്ണം എന്തെല്ലാം അതിനാവശ്യമാണോ അത് സകലതും അവൾ ഒരുക്കി കൊടുക്കുവാനായിട്ട് കാരണമായി തീർന്നു. എല്ലാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. ഇവളെ ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തിൽ ഉന്നത എന്ന ഗ്രേറ്റ് വുമൺ എന്ന് പറയുവാനുള്ള ഒന്നാമത്തെ കാരണം അവളുടെ ഹോസ്പിറ്റാലിറ്റിയാണ്. സ്ത്രീകൾ കൂടെ ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവം അതാണ്. വേദപുസ്തകം പറയുന്നു, അതിഥി സൽക്കാരം മറക്കരുത്. അതൊരു വലിയ ഉന്നതമായിരിക്കുന്ന ഒരു ക്വാളിറ്റി തന്നെയാണ്. രണ്ടാമത് ഈ സ്ത്രീയുടെ പ്രത്യേകതയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവളുടെ രണ്ടാമത്തെ പ്രത്യേകത 4-ാം അധ്യായം അതിലെ 13-ാമത്തെ വാക്യം വായിച്ചാൽ അവൾ പറഞ്ഞൊരു വേർഡാണ്, ഞാൻ സ്വജനത്തിൻ്റെ മധ്യേ വസിക്കുന്നു. ശ്രദ്ധിക്കണം, അവളുടെ രണ്ടാമത്തെ സ്വഭാവം പ്രത്യേകത, ഷി വാസ് കണ്ടന്റ്, സംതൃപ്തിയുള്ളവളായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞില്ല എങ്കിൽ എത്രമാത്രം ഭാരം ഉള്ളിൽ ഉണ്ടാകും. പക്ഷെങ്കിൽ ഇവളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, താൻ ഇത്രയും കാര്യങ്ങൾ എല്ലാം പ്രവാചകന് ചെയ്തു കൊടുത്തത്, പ്രവാചകനെ തൻ്റെ വീട്ടിലേക്ക് വരുവാൻ നിർബന്ധിച്ചത്, പ്രവാചകന് കൂടെ കൂടെ തൻ്റെ ഭവനത്തിൽ കടന്നു വരുമ്പോൾ ആ ജീവിക്കുവാൻ അനുസരമായിരിക്കുന്ന സാഹചര്യം ഒരുക്കിയത്, അതോടൊപ്പം തന്നെ ഒരു പ്രത്യേകമായിരിക്കുന്ന ഭവനം ഒരുക്കി പ്രവാചകന് വേണ്ടത് മുഴുവൻ ചെയ്തു കൊടുത്തത് അവളുടെ സ്വന്തമായിരിക്കുന്ന ഒരു ഇൻറ്റൻഷനും അതിനകത്തില്ല. എന്തെങ്കിലും കാര്യം സാധിക്കണം എന്നുള്ള ചിന്തയോടുകൂടി അല്ല അവൾ ഇതൊന്നും ചെയ്തത്. അവളുടെ ജീവിതത്തിൽ ആവശ്യമില്ലായിരുന്നു എന്നുള്ളതല്ല, അവളുടെ ജീവിതത്തിൽ വലിയ ആവശ്യമുണ്ട്. ഇത് ദൈവപുരുഷനാണെന്നുള്ളതും അവൾക്ക് നന്നായിട്ടറിയാം. പക്ഷെങ്കിൽ പ്രവാചകൻ ഇത്രയും ചെയ്തു കൊടുത്തത് മുഴുവൻ പ്രവാചകനിൽ നിന്ന് യാതൊന്നും അവൾ എക്സ്പെക്റ്റ് ചെയ്തില്ല. ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെയാണ് ഈ സഫറിങ്സ്, ഈ ഹോസ്പിറ്റാലിറ്റി മുഴുവൻ ചെയ്തു കൊടുക്കുവാൻ കാരണമായി തീർന്നത്. പ്രവാചകന് അറിയത്തില്ല അവൾക്ക് മക്കളുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഈ പ്രവാചകൻ പിന്നീട് തൻ്റെ ദാസനോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ എന്താ ഇവൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഇത്രയും വലിയ ബുദ്ധിമുട്ട്, ഭാരമുള്ളൊരു ഹൃദയം അവളുടെ ഉള്ളിലുള്ളപ്പോഴും, ഇത്രയും ഭാരപ്പെടുന്ന ഒരു അവസ്ഥ അവളുടെ ഉള്ളിലുണ്ടെങ്കിലും അവൾ ഈ പ്രവാചകനെ കൈക്കൊള്ളുവാൻ കാരണമായി തീർന്നത് തൻ്റെ ഭാരത്തിന് ഒരു വിടുതൽ ലഭിക്കുവാൻ വേണ്ടിയല്ല. തൻ്റെ ജീവിതത്തിൽ യാതൊരു നേട്ടവും അവൾ നോക്കിയില്ല, യാതൊരു ആഗ്രഹവും അവൾ നോക്കിയില്ല. തൻ്റെ ജീവിതത്തിൻ്റെ ഇല്ലായ്മ അവളുടെ മുമ്പിൽ ഒരു വിഷയമായിരുന്നില്ല. തൻ്റെ ജീവിതത്തിൽ ഇല്ലായ്മ എന്നുള്ളത് വലിയ വിഷയമായി കിടക്കുമ്പോൾ തന്നെ ഈ ഇല്ലായ്മ എന്നുള്ളത് അവളുടെ മുമ്പിൽ ഒരു വിഷയമേ ആയിരുന്നില്ല. അവൾക്ക് പറയുവാൻ ഒന്നേ ഉള്ളൂ, ഞാൻ സ്വജനത്തിൻ്റെ നടുവിൽ ഞാൻ വസിക്കും എന്ന് പറഞ്ഞാൽ എന്നെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് ഐ ആം ഫുള്ളി സാറ്റിസ്ഫൈഡ്. എനിക്ക് പൂർണ്ണമായിരിക്കുന്ന സംതൃപ്തിയുണ്ട്. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും എനിക്കില്ല, എനിക്ക് യാതൊരു ആവശ്യങ്ങളുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, അവളുടെ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകതയായിരുന്നു ഒരു വലിയ നീഡ് അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിലും, അവളുടെ ഭവനത്തിൽ ഒരു വലിയ ആവശ്യമുണ്ടായിരുന്നിട്ടും അവൾ ഈ പ്രവാചകന് വേണ്ടി ചെയ്തതൊന്നും ആവശ്യം ലഭിക്കുവാൻ വേണ്ടിയായിരുന്നില്ല. അതായിരുന്നില്ല തൻ്റെ ഉദ്ദേശം, അതായിരുന്നില്ല തൻ്റെ ആഗ്രഹം. പിന്നെയോ എന്തായിരുന്നു? ഇതൊരു ദൈവപുരുഷനായതുകൊണ്ട്, ഒരു ദൈവപുരുഷനായിരിക്കുന്ന ഒരു വ്യക്തിയെ മാനിക്കുവാൻ അവൾ ആഗ്രഹിച്ചുകൊണ്ട് വാസ്തവത്തിൽ അവൾ ചെയ്ത പ്രവർത്തനമായിരുന്നു ഇത്. നിങ്ങൾ മനസ്സിലാക്കിക്കോണം, നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ, നമ്മുടെ സ്വന്തം ഇഷ്ടം നമ്മൾ നോക്കാതെ പ്രവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, ഒന്ന് മനസ്സിലാക്കിക്കോണം, നമ്മുടെ സകല ആവശ്യങ്ങളും സ്വർഗ്ഗത്തിലെ ദൈവം നിറവേറ്റുന്ന ദൈവമാണ്.
കഴിഞ്ഞ ദിവസം ഞാൻ ഒരു 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 ഒന്ന് ഞാൻ വായിച്ചപ്പോൾ അതിനകത്ത് യഹൂദന്മാരുടെ റബ്ബിമാരുടെ ഒരു വേർഡ് ഇപ്രകാരമായിരുന്നു. അത് അവിടെ കൊടുത്തിരിക്കുന്ന വേർഡ് ഇതാണ്: ഒരു വ്യക്തി തൻ്റെ പ്രശ്നം കിടക്കുമ്പോൾ തന്നെ ആ പ്രശ്നത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതെ ഇതേ പ്രശ്നങ്ങൾ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം അവരുടെ പ്രശ്നം പെട്ടെന്ന് മാറ്റിക്കൊടുക്കും. ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കുന്നത് ഈ പ്രശ്നം മാറാൻ വേണ്ടിയല്ല, ബട്ട് ഇതുപോലെ പ്രശ്നത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായിരിക്കും അവരുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയാതിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവം അവർക്ക് ചെയ്തു കൊടുക്കുന്നത്. ഇത് വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അതിന് സത്യമായിട്ട് അതിന് സപ്പോർട്ടീവായിരിക്കുന്ന വാക്യമുണ്ട്. വേദപുസ്തകം പറയുന്നു, ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ ഇയ്യോബിന് നഷ്ടമായത് ഇരട്ടിയായി മടക്കി കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കണം, വിത്തൗട്ട് എനി എക്സ്പെക്റ്റേഷൻ, നമ്മൾ ഒന്നും ആഗ്രഹിക്കാതെ, നമ്മൾ ഒന്നും കണക്ക് കൂട്ടാതെ, എനിക്ക് ഇന്നത് ലഭിക്കണം എന്നുള്ള ചിന്തയോടുകൂടെ ചെയ്യാതെ ഇരിക്കുന്നു എങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ആവശ്യങ്ങളെ പരിപൂർണമായി നിറവേറ്റുവാൻ ശക്തരാണ്. മനസ്സിലാക്കി, ഇവിടെ ഈ സ്ത്രീ ഒരു വേർഡ് പറഞ്ഞിട്ടില്ല. അവൾ പറഞ്ഞ ഒറ്റ വേർഡേ ഉള്ളൂ: ഞാൻ സ്വജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എലീശായെ വെറുതെ വിട്ടില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എലീശായിൽ കൂടെ ഈ ഗേഹസിയോട് ചോദിക്കുകയാണ്, ഇവൾക്ക് എന്താ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്? നോക്കണേ, ആദ്യം പറഞ്ഞ വേർഡ് ഇപ്രകാരമാണോ: നിനക്ക് രാജാവിന് മുൻപിലോ സേനാധിപതിമാരുടെ മുൻപിലോ എന്തെങ്കിലും കാര്യം ഞാൻ അപേക്ഷിക്കേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിച്ച സ്ഥാനത്ത് എനിക്ക് യാതൊരു റെക്കമെൻഡേഷനെയും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ സ്ത്രീ അതിനെ തള്ളിക്കളഞ്ഞപ്പോൾ തുടർന്ന് തൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവം തൻ്റെ ഭക്തനെ അവിടെ ഒരുക്കുന്നതായിട്ട് കാണുന്നത്. എന്തായിരുന്നു തൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത? അവളുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത ഇല്ലായ്മയിലാണെങ്കിൽ തന്നെയും ഒരു സമൃദ്ധി അതിനകത്ത് അവൾക്കുണ്ട്. ഇല്ല, അവൾക്കില്ല ഒന്നും. അവൾ പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ അവളുടെ നാവിൽ കൂടെ ഇല്ലായ്മയുടെ വാക്കുകളല്ല വരുന്നത്, പിന്നെയോ ദൈവം കൊടുത്തിരിക്കുന്ന സമൃദ്ധിയെ കാണുവാൻ സാധിക്കുന്നു. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിക്കോണം, പലപ്പോഴും നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇല്ലായ്മയെ മാത്രമാണ്. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇല്ലായ്മയെ കാണുമ്പോൾ തന്നെ നമ്മുടെ സമൃദ്ധിയെ കൂടെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ നന്നായിരുന്നു. എപ്പോൾ നമ്മുടെ സമൃദ്ധിയെ നമുക്ക് കാണുവാൻ സാധിക്കുമോ, ദൈവം ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ അനുഗ്രഹിച്ച് നിർത്തിയിരിക്കുന്ന വിധങ്ങളെ കാണുവാൻ സാധിക്കുമോ, അവിടെ ആയിരിക്കും നമുക്ക് സംതൃപ്തമായിരിക്കുന്നൊരു മനസ്സ് നമുക്കുണ്ടാകുന്നത്, നമുക്ക് ഒരു സാറ്റിസ്ഫൈഡ് ലൈഫ് നയിക്കുവാൻ സാധിക്കുന്നത്. ഇല്ലെങ്കിൽ എന്തുവരും? കാണുന്നതെല്ലാം പിന്നീട് പ്രശ്നമാണ്. ഒരു സൈഡിലൊരു കൂമ്പാരം പോലെ അനുഗ്രഹം കിടക്കുമ്പോൾ മറ്റൊരു സൈഡിൽ ഒരു കൊച്ചു വിഷയത്തിനു വേണ്ടി നമ്മൾ ഭാരപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാതെ ടെൻഷൻ നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തായിരുന്നു ഇവളുടെ രണ്ടാമത്തെ പ്രത്യേകത? അവളുടെ ജീവിതത്തിൽ ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു. ഒരു സംതൃപ്തമായിരിക്കുന്ന മനസ്സിന് അവൾ ഉടമയായിരുന്നു. മൂന്നാമത്തെ അവളുടെ പ്രത്യേകത അവളുടെ ഫെയ്ത്ത്. അതാണ് മൂന്നാമത്തെ പ്രത്യേകത, അവളുടെ ഫെയ്ത്ത്. എന്തായിരുന്നു അവളുടെ ഫെയ്ത്ത്? സാധാരണപ്പെട്ട ഒരു സ്ത്രീയെ പോലെ ആയിരുന്നില്ല ഈ ശൂന്യക്കാരത്തി എന്ന് പറയുന്നത്. ഒരു എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയത്തക്കവണ്ണം പലപ്പോഴും ബലഹീനമായിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് വളരെ ശക്തമായിരിക്കുന്ന അവസ്ഥകളിലേക്ക് കടന്നു വരികയാണ്. സംഭവം നിങ്ങൾക്കറിയാം. ഏലീശാ ഇപ്രകാരം പറഞ്ഞു, നിനക്ക് അടുത്ത ആണ്ട് ഈ സമയമാകുമ്പോഴത്തേക്ക് നിനക്കൊരു കുഞ്ഞ് ജനിക്കും. അപ്രകാരം തന്നെ ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞ് അപ്പനോടുകൂടെ വയലിൽ നിൽക്കുക. ആ കുഞ്ഞ് പെട്ടെന്ന് പറയാൻ തുടങ്ങി, തല. പെട്ടെന്ന് അപ്പൻ ബാല്യക്കാരനെ കൂട്ടി അമ്മയുടെ അടുക്കിലേക്ക് വിട്ടു. അമ്മയുടെ മടിയിൽ ഉച്ചവരെ കിടന്നിട്ട് ഈ കുഞ്ഞ് മരിച്ചുപോയി. കുഞ്ഞ് മരിച്ച സമയത്തുള്ള ആ സ്ത്രീയുടേതായിരിക്കുന്ന മൂവ്മെൻറ്റ്സ് വാസ്തവത്തിൽ ആ സ്ത്രീ ആരെന്നുള്ളത് വെളിപ്പെടുത്തുകയാണ്. ഒരു സാധാരണപ്പെട്ട ഒരു വ്യക്തി ചെയ്യുന്ന പ്രവർത്തനമായിരുന്നില്ല ഈ സ്ത്രീയുടെ ആ സമയത്ത് കടന്നു വന്നത്. എന്തായിരുന്നു ഒന്നാമത് ചെയ്ത്? ഈ കുഞ്ഞ് മരിച്ചുപോയെന്ന് കണ്ടപ്പോൾ ഒരു വികാരം പോലും അവരുടെ മുഖത്ത് വെളിപ്പെടുന്നതായിട്ട് കാണുന്നില്ല. വളരെ ശാന്തമായിട്ട് ഈ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് പ്രവാചകൻ അവൾ ഒരുക്കി കൊടുത്തുമായിരിക്കുന്ന മുറിയിൽ ആ കട്ടിൽ കൊണ്ട് കിടത്തി. ആ മുറിയുടെ വാതിൽ അങ്ങ് അടച്ചു.
കുഞ്ഞ് മരിച്ചു കിടക്കുക, ഒറ്റ കുഞ്ഞാ, നാളുകൾ മക്കളില്ലാതെ ലഭിച്ചൊരു കുഞ്ഞായി ഈ മരിച്ചു കിടക്കുന്നേ. പക്ഷേ ഈ മരിച്ചു കിടക്കുന്ന കുഞ്ഞിനെക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാത്തതുപോലെ ഇപ്പോൾ മുറി അടച്ച് ഇറങ്ങിയിട്ട് തൻ്റെ ഭർത്താവിനോടൊരു ചോദ്യം, എനിക്ക് ഒരു കഴുതയും വേണ്ട, ഒരു ബാല്യക്കാരനും വേണം. വളരെ നിസ്സാരമായിട്ട്, വളരെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞ് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ആ സ്ത്രീ ചോദിച്ചത് തൻ്റെ ഭർത്താവിനോട് അപേക്ഷിക്കുകയായിരുന്നു, എനിക്കൊരു ബാല്യക്കാരനും വേണം, ഒരു കഴുതയും വേണം. ഈ ഭർത്താവ് ചോദിച്ചു, എന്തിനാ നിനക്ക് ബാല്യക്കാരനും കഴുതയും? അവൾ പറഞ്ഞു, എനിക്ക് ദൈവപുരുഷൻ്റെ അടുത്തോട്ടൊന്ന് പോകണം. ആ ഭർത്താവ് പറഞ്ഞു, നീ എന്തിനാ ഇന്ന് ദൈവപുരുഷൻ്റെ അടുത്ത് പോകുന്നത്? ഇന്ന് അമാവാസ്യയുമല്ല, മറ്റ് ശാബത്തുമല്ല, പിന്നീട് എന്തിനാ പോകുന്നേ? തൻ്റെ ഭർത്താവിനോട് ഒരു വാക്ക് പോലും പുള്ളിക്കാരത്ത് പറഞ്ഞില്ല. ഈ കുഞ്ഞ് മരിച്ച് കിടത്തിയിരിക്കുകയാണെന്ന് വേർഡേ പറഞ്ഞില്ല. പറഞ്ഞിരുന്നു എങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കത്തില്ല. വളരെ എന്ത് ചെയ്തു? ഈ ഭർത്താവ് അയച്ചു കൊടുത്തുമായിരിക്കുന്ന ബാല്യക്കാരനെയും ഈ കഴുതയുടെ പുറത്ത് ഇവൾ നേരെ പ്രവാചകനടുക്കിലേക്ക് കടന്നില്ല. അവൾക്ക് ഒരു കാര്യം, എന്തിനാ അവൾ കടന്നു പോയത്? അവളുടെ ഫെയ്ത്ത്. എന്തായിരുന്നു അവൾ കൊടുത്തത്? ദ ഫെയ്ത്ത് ഗേവ് ഹർ ബോൾഡ്നെസ്. നോട്ട് ചെയ്താട്ട്. എന്തായിരുന്നു അവളുടെ വിശ്വാസം? അവളുടെ വിശ്വാസം എന്ന് പറയുന്നത്, ഒരു കാര്യം അവൾക്ക് ഉറപ്പുണ്ട്, എനിക്ക് ഈ കുഞ്ഞ് തരുവാൻ കാരണമായി തീർന്നത് മാനുഷികമായിരിക്കുന്ന ഒരു ശക്തി പ്രവർത്തിച്ചതല്ല, ഇത് ദൈവത്തിൻ്റെ കരങ്ങളാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധ ശക്തിയാണ് വൃദ്ധനായിരിക്കുന്ന ഭർത്താവിനെ ബലപ്പെടുത്തി എന്നിൽ കൂടെ ഒരു കുഞ്ഞ് തരുവാൻ കാരണമായി തീർന്നത്. ഒരു സാധാരണപ്പെട്ട മാനുഷികമാർഗത ബുദ്ധിക്കനുസരമായിട്ടുള്ള ഒരു കുഞ്ഞല്ല ഇവിടെ ജനിക്കപ്പെട്ടത്. വൃദ്ധനായിരിക്കുന്ന ഒരു ഭർത്താവിൽ നിന്ന് ജനിക്കുവാൻ അസാധ്യമായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ദൈവത്തിൻ്റെ പുരുഷന്റെ വാക്കുകൾ മനസ്സിലാക്കിക്കൊണ്ട് ആ വാക്കുകൾക്കനുസൃതമായിട്ട് ദൈവം ഒരു കുഞ്ഞിനെ ദാനമായി കൊടുത്തു. അവൾക്ക് ഒരു കാര്യം അറിയാം, ഈ കുഞ്ഞിനെ ദാനമായി തരുവാൻ ഈ ദൈവം ശക്തനായിരുന്നു എങ്കിൽ ആ കുഞ്ഞിനെ ജീവിപ്പിക്കുവാനും ഈ ദൈവം ശക്തനാണ്. തൻ്റെ ഭർത്താവിൻ്റെ അടുക്കൽ ഒരൊറ്റ വാക്ക് പോലും പറയാതിരുന്നതിൻ്റെ കാരണം അതാ. ചോദിച്ചപ്പോൾ ഇന്ന് അമാവാസ്യയല്ല ശബത്തുമല്ല എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, എനിക്കൊരാവശ്യമുണ്ട്. ആവശ്യം പറഞ്ഞുകൊണ്ട് അവൾ ഓടുവാനായിട്ട് ആഗ്രഹിക്കുക. അവൾക്കറിയാം അവളുടെ ഏക ആശ്രയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ് അവളുടെ മേൽ കടന്നു വന്നത്. അവളെ ഈ അനുഗ്രഹം കൊടുക്കുവാൻ കാരണമായി തീർന്നുവെങ്കിൽ അതേ ശക്തിക്ക് മാത്രമേ, അതേ ദൈവത്തിന് മാത്രമേ അവളെ ഈ അവസ്ഥയിൽ നിന്ന് അനുഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. അവൾക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, എനിക്ക് ദൈവം ഒരു കുഞ്ഞിനെ തന്നത് ഒരു വയസ്സ് വരെ ജീവിപ്പിച്ച് അവനെ കൊല്ലുവാൻ വേണ്ടിയല്ല. ദൈവം ഒരു കുഞ്ഞിനെ തന്നുവെങ്കിൽ ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്. ആ മരിച്ച കുഞ്ഞിനെ ജീവിപ്പിക്കുവാൻ അവൾക്കറിയാം, ഈ കുഞ്ഞിനെ ജീവിപ്പിക്കുവാൻ ഈ ദൈവം ശക്തൻ. നിങ്ങൾക്കറിയാം അവളുടേതായിരിക്കുന്ന ബോൾഡ്നെസ് എന്ത് ചെയ്തു? നേരെ പ്രവാചകന്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുക. പ്രവാചകന്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ പ്രവാചകൻ ദൂരത്തുനിന്ന് കണ്ടിട്ട് ഗേഹസിയോട് ഇപ്രകാരം പറഞ്ഞു, ദേ ശൂന്യക്കാരി വരുന്നു, നീ പെട്ടെന്ന് പോയി അവളോട് ചോദിക്ക്, നിന്റെ ഭർത്താവ് സുഖമായിരിക്കുന്നോ, നിന്റെ കുഞ്ഞ് സുഖമായിരിക്കുന്നോ, എല്ലാം സന്തോഷമാണോ? പ്രവാചകന് മനസ്സിലായില്ല ഈ കുഞ്ഞ് മരിച്ചു കിടക്കുന്നുവെന്നുള്ളത്. പക്ഷെങ്കിൽ മുൻപോട്ട് കടന്നു പോയിട്ട് ഈ ഗേഹസി ചോദിച്ച ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവൾ ഒരു മറുപടി പറഞ്ഞു, എന്തുവാ? സുഖം തന്നെ. നിങ്ങൾ മനസ്സിലാക്കണം, ആ വ്യക്തിയുടെ സ്വഭാവത്തിന് പ്രത്യേകത. താൻ വാസ്തവത്തിൽ കടന്നു വന്നത് തൻ്റെ കുഞ്ഞ് മരിച്ചിട്ടാണ്. പക്ഷെ ഇവിടെ ഗേഹസി തന്നോട് ചോദിക്കുമ്പോൾ ഒരു മറുപടിയും തനിക്ക് കൊടുക്കുവാനില്ല. അവൾക്കറിയാം, എൻ്റെ പ്രശ്നത്തിന് പരിഹാരം ഈ ഗേഹസി ആകത്തില്ല. എൻ്റെ പ്രശ്നത്തിന് പരിഹാരം ആരായിരിക്കും എന്ന് പറഞ്ഞാൽ കുറച്ച് കാലങ്ങളായിട്ട് രണ്ടുപേരും കൂടെ വീട്ടിൽ വരാൻ തുടങ്ങിയതാ. രണ്ടുപേരെയും കണ്ടപ്പോൾ, ഒരാളെ കണ്ടപ്പോൾ മനസ്സിലായി ഈ പുള്ളി ആരാ? വാസ്തവത്തിൽ ദൈവപുരുഷനാ. മറ്റേ പുള്ളിയെ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി, ഇത് ദൈവപുരുഷൻ്റെ സഹായം മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കിക്കോണേ, നാം എവിടെ കടന്നു പോയാലും നമ്മെ മനസ്സിലാക്കുന്ന ഒരു കൂട്ടമുണ്ടെന്ന് മനസ്സിലാക്കണം. എന്താ ഇവിടെ ആയിരുന്ന വിഷയം? ഇവിടെ ഗേഹസിയെ അവൾ മനസ്സിലാക്കി. ഗേഹസിക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്ന് അവൾ മനസ്സിലാക്കി.
നിങ്ങളൊക്കെ അറിയാം. ഗേഹസി ചോദിച്ച എല്ലാം സുഖം തന്നെയാണെന്ന് പറഞ്ഞു. നേരെ ചെന്ന് അവൾ ചെയ്തത്, നേരെ ചെന്ന് പ്രവാചകൻ്റെ കാലയിലോട്ട് അങ്ങ് വീണു. പ്രവാചകൻ ഗേഹസി പെട്ടെന്ന് അവളെ മാറ്റാൻ നോക്കിയപ്പോൾ പ്രവാചകൻ പറഞ്ഞു, മാറ്റണ്ട, അവൾക്കെന്തോ വലിയ വ്യസനമുണ്ട്. അവൾ കാര്യങ്ങൾ പറയുവാൻ തുടങ്ങി. ഞാൻ നിന്നോട് കുഞ്ഞിനെ ചോദിച്ചോ, പിന്നെ നീ എനിക്കൊരു കുഞ്ഞിനെ തന്നത്, അന്നേ ഞാൻ പറഞ്ഞതില്ലേ നീ പോഷ്ക്ക് പറയരുതെന്നോ, പിന്നെ ഈ കുഞ്ഞിൻ്റെ കാര്യം എന്നെ. പ്രവാചകൻ ഗേഹസിയോട് ഒരു കാര്യം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, വടിയെടുത്തോണ്ട് പോകാൻ പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, ഈ വാസ്തവത്തിൽ ഈ വടിയിൽ കൂടെ നടന്നേനെയും, പക്ഷെങ്കിൽ ഗേഹസി ഈ വടി എടുത്തത് കൊണ്ട് ഈ വടി കൊണ്ട് ഗുണമില്ലാതായി. പ്രവാചകൻ ഒന്നും കാണാതല്ല പറഞ്ഞത്. പ്രവാചകൻ പറഞ്ഞു, ഗേഹസിയോട് പറഞ്ഞു, നീ വടി എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ നീ ഈ ദൈവത്തിൻ്റെ പ്രവാചകൻ പറഞ്ഞ വാക്ക് കേട്ട് അതനുസരിച്ച് ഈ വടി കൊണ്ട് ആ കുഞ്ഞിൻ്റെ ശരീരത്ത് വെച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ എലീശ എന്ന് പറയുന്ന പ്രവാചകൻ ദൈവിക അരുളപ്പാട് പ്രാപിച്ചുകൊണ്ടായിരിക്കണം ഈ വേർഡ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഈ കുഞ്ഞ് ജീവിക്കേണ്ടതാണ്. പക്ഷെങ്കിൽ പുള്ളി കൊണ്ട് വടി വെച്ചു, അനക്കി നോക്കി, എന്നിട്ടെങ്ങും എന്ത് സംഭവിക്കുന്നില്ല. അവൾക്ക് ഒരു കാര്യം നേരത്തെ അറിയാം, ഇവൻ പോയി കൊണ്ട് വടി വെച്ചാൽ ഒന്നും എന്ത് ചെയ്യത്തില്ല, സംഭവം നടക്കത്തില്ലെന്ന് അവൾക്കറിയാം. ഈ എലീശ തൻ്റെ ദാസനെ വിട്ട സമയത്തും അവൾ വീട്ടിൽ നിന്നിട്ട് ഒരു കാര്യം പറയുക, ഞാൻ നിന്നെ വിടത്തില്ല, എൻ്റെ കുഞ്ഞ് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നീ കടന്നു വന്നെങ്കിലേ പറ്റത്തുള്ളൂ. ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. കഴിഞ്ഞ നാളുകൾ ചില വടി കൊണ്ട് ചില അത്ഭുതം നടന്നെങ്കിൽ ഇന്ന് ആ വടിയിൽ ആശ്രയിച്ച് ജീവിക്കുവാനായിട്ട് നോക്കരുത്. ആ വടിയല്ല ശക്തി തന്നത്, ദൈവമാ ശക്തി. പലരും നോക്കുന്നത് വടിയുടെ ശക്തിയാണ് നോക്കുന്നത്, പക്ഷെ വടിക്കല്ല ശക്തിയുള്ളത്. വടിക്ക് ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ ഗേഹസി വടി വെച്ചപ്പോൾ ആ കുഞ്ഞ് എഴുന്നേറ്റേനെ. ഗേഹസി വടി വെച്ചിട്ട് കുഞ്ഞ് എഴുന്നേക്കാതിരുന്നതിൻ്റെ കാരണം വടിക്കല്ല ശക്തിയുള്ളത്, വടി പിടിക്കുന്നവൻ്റെ കരങ്ങളിലാണ് ശക്തിയുള്ളത്. വടി പിടിക്കുന്നവന് ശക്തി ഉണ്ടെങ്കിൽ ആ വടി പിടിക്കുന്നവൻ്റെ ശക്തിയാണ് ആ വടിയിൽ കൂടെ കടന്നു നിൽക്കുക. വടി പിടിക്കുന്നവൻ്റെ കയ്യിലാണ് ശക്തിയുള്ളത്. വടി പിടിക്കുന്നവൻ ആര്? അതുകൊണ്ട് എന്ത് സംഭവിച്ചു? വടി പിടിക്കേണ്ടവരെ കരങ്ങൾ വടിയില്ലാതിരുന്നപ്പോൾ, വടി കിട്ടിയിട്ടും ആ വടി ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കാതിരുന്നത് കൊണ്ട് അനുഗ്രഹിക്കപ്പെടുവാൻ കാരണമായി. ഈ സ്ത്രീ നേരത്തെ മനസ്സിലാക്കി, എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഒരു കാര്യം ഉണ്ടേലേ സാധിക്കത്തുള്ളൂ, ഈ പ്രവാചകൻ തന്നെ നേരിട്ട് എൻ്റെ വീട്ടിൽ വന്നേ പറ്റത്തുള്ളൂ. അവൾ ആ കാലയിൽ നിന്ന് വിടാനായിട്ട് അവൾക്കൊരു പ്ലാനിങ് ഇല്ല. കാരണം അവൾക്കറിയാം, ഈ പ്രവാചകൻ വന്നെങ്കിലേ എൻ്റെ ഈ കുഞ്ഞ് ജീവിക്കത്തുള്ളൂ. എന്ത് സംഭവിച്ചു? അവസാനമായിട്ട് പ്രവാചകൻ എഴുന്നേറ്റു. പ്രവാചകൻ അവളോടുകൂടെ പോയി തൻ്റെ മുറിയിലേക്ക് കടന്നു, കതക് അടച്ചു, ആ കുഞ്ഞിൻ്റെ മേൽ താൻ വീണു. അല്പസമയം കിടന്നു, കുഞ്ഞിൻ്റെ ശരീരത്തിൽ അല്പം ചൂട് പിടിച്ചു, വീണ്ടും എഴുന്നേറ്റ് നടന്നിട്ട് വീണ്ടും ഒന്നുകൂടെ വീണു. കുഞ്ഞ് തുമ്മി, 7 പ്രാവശ്യം തുമ്മി കണ്ണു തുറന്നു. കുഞ്ഞിനെ ജീവനുള്ളവനായി അമ്മയുടെ അടുക്കൽ ഏൽപ്പിച്ചു. എന്താ സംഭവിച്ചത്? അവളുടെ ഫെയ്ത്ത്, അവളുടെ ജീവിതത്തിൽ ഒരത്ഭുതം, അവളുടെ വിശ്വാസം അവളുടെ ജീവിതത്തിൽ ഒരത്ഭുതം കൊണ്ടുവരുവാൻ കാരണമായി തീർന്നു. ഞാൻ ഈ സംഭവങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനുകാലികമായിരിക്കുന്ന വിഷയങ്ങളോട് ഞാൻ നോക്കുന്നത് ഞാൻ പറഞ്ഞുവല്ലോ. ആ സമയത്ത് നടന്നു ആയിരിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ വായിക്കുവാനായിട്ട് ഇടയായിട്ടുന്ന അഭിപ്രായമാണ്. 2004 നവംബർ മാസം 17 ഒഹിയോ എന്നുള്ള സ്ഥലത്ത് ജനീവയിൽ ഒരു ന്യൂ ലൈഫ് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പാസ്റ്ററായിരുന്ന പാസ്റ്റർ ഹാരിസ്, അദ്ദേഹം തൻ്റെ ഭാര്യയോടുകൂടെ കിടക്കുകയാണ്. രാവിലെ 7:15 സമയമായി. ഈ സമയത്ത് തൻ്റെ ഭാര്യ പകുതി ഉറക്കത്തിലാണ്. ഈ കത്തുദാസന് ഒരു വിശ്വാസി ടെലിഫോൺ ചെയ്യുകയും ആ ടെലിഫോണിൽ കൂടെ ആ കത്തുദാസന് ഈ വിശ്വാസിയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ചില നിമിഷങ്ങളൊക്കെ സംസാരിക്കുന്നു. തൊട്ട് അടുത്ത് തന്നെ ഭാര്യ ഒരല്പം മയക്കത്തിലാണ്. ബട്ട് ഒരല്പസമയം ഈ സംസാരം കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. സഡനായിട്ട് ഒരപശബ്ദത്തോടുകൂടെ ഈ ടെലിഫോൺ കോൺവെർസേഷൻ അങ്ങ് സ്റ്റോപ്പായി. ഭാര്യ പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ തൻ്റെ ഭർത്താവിന് യാതൊരു ജീവനുമില്ല, യാതൊരു അനക്കവുമില്ല.
പെട്ടെന്ന് തന്നെ പുള്ളിക്കാരത്തി ആ വിളിച്ചുകൊണ്ടിരുന്ന ലൈൻ ക്ലോസ് ചെയ്തിട്ട് 911 വിളിച്ചു. അതോടൊപ്പം തന്നെ തൻ്റെ മകള് അതിൻ്റെ മുകളിൽ കിടപ്പുണ്ട്. മകൾ സ്റ്റാഫ് നഴ്സാണ്. മകളെ വിളിച്ചു. മകൾ വന്ന് നോക്കുമ്പോൾ അപ്പൻ ജീവനില്ലാതെ കിടക്കുക, ഓൾറെഡി ഈസ് ഡെഡ്. പക്ഷേ ഈ മകൾ വന്നിട്ട് ആ പ്രൈമറി ആയിട്ടുള്ള ചികിത്സകൾ കൊടുത്തു. ആ സമയത്തിന് വിതിൻ 2 minutes കൊണ്ട് ആംബുലൻസ് കടന്നു വന്നു. ആംബുലൻസ് വന്നിട്ട് ഈ പുള്ളിക്ക് നെക്സ്റ്റ് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. ഏകദേശം 6-7 പ്രാവശ്യം ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി ഒന്ന് ഞെട്ടാൻ തുടങ്ങി. അപ്പോൾ ജീവനുണ്ട്. പെട്ടെന്ന് ഇദ്ദേഹത്തെ ഒഹിയോയിലുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ജനീവയിലുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ജനീവയിലെ ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ വീണ്ടും 2 പ്രാവശ്യം ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. പെട്ടെന്ന് പുള്ളി റിവൈവ്ഡ് ആയി എങ്കിലും ഹി വാസ് ഫുള്ളി അബോധാവസ്ഥയിലായി. യാതൊരു ബോധവുമില്ല, യാതൊരു അനക്കവുമില്ലാതെ കിടക്കുകയാണ്. അതിനുശേഷം ഇവർ ഫൈനലി അവിടെ പറ്റാത്തതുകൊണ്ട് ഓഹിയോയിലുള്ളതായിരിക്കുന്ന മെയിൻ ഹോസ്പിറ്റലിലേക്ക് ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ആദ്യമായിട്ട് അവർ നോക്കി എന്താണ് ഈ പ്രോബ്ലം വരാൻ കാരണം. കാർഡിയാക് അറസ്റ്റാണോ നോക്കി. ഫൈനലി അവർ കണ്ടുപിടിച്ചു കാർഡിയാക് അറസ്റ്റ് അല്ല. പിന്നീട് ചെക്ക് ചെയ്ത് നോക്കി ബ്രെയിനിൽ വല്ല ബ്ലഡിൻ്റെ ക്ലോട്ടോ ബ്ലീഡിങ് വല്ലതും ആണോ. ഫൈനലി അവർ നോക്കിയപ്പോൾ മനസ്സിലാക്കി അതുമല്ല. പിന്നീട് എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ വീണ്ടും രക്തമൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോൾ കണ്ടുപിടിച്ചത് മഗ്നീഷ്യത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും കുറവാണ് ഇതിന് കാരണമായി തീർന്നത്. ഈ ആൾ അബോധാവസ്ഥയിലാണ്. പരിശോധിച്ച ഡോക്ടർമാർ ഇപ്രകാരം പറഞ്ഞു, ഈ അബോധാവസ്ഥയിൽ കിടക്കുന്ന ഈ വ്യക്തിയെ ഇപ്രകാരം പൊട്ടാഷ്യവും മഗ്നീഷ്യവും കുറവായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഏതാണ്ട് 5% കൂടുതലായിട്ട് റിവൈവ് ചെയ്യുവാനായിട്ട് സാധ്യതയില്ല. ഈ ആൾ ഓൾറെഡി മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഏതാണ്ട് അൺകോൺഷ്യസ് ആണ്, അബോധാവസ്ഥയിൽ കിടക്കുക. ഈ ഒരു ദിവസം കഴിഞ്ഞു. സഭ ഒന്നടങ്കമായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇതിന് ഏതാണ്ട് 5 മാസം മുൻപ് അന്ന് അവർ വായിച്ചുകൊണ്ടിരുന്ന ആ പ്രഭാതത്തിൽ വായിച്ചുകൊണ്ടിരുന്ന സങ്കീർത്തനമായിരുന്നു 116. അതാ ഇന്ന് നമ്മൾ 116 ഞാൻ വായിപ്പിച്ചത്. ആ സങ്കീർത്തനം ഈ സ്ത്രീ അദ്ദേഹത്തിൻ്റെ അബോധാവസ്ഥയിൽ കിടക്കുന്ന ഭർത്താവിൻ്റെ കിടക്കയ്ക്ക് അരികിൽ ഇരുന്നുകൊണ്ട് ഈ സ്ത്രീ വായിക്കുവാൻ തുടങ്ങി. കൂടെ ഇത് വായിച്ചുകൊണ്ടേയിരുന്നു. പാട്ടുകൾ പാടിക്കൊണ്ടേയിരുന്നു. ഇദ്ദേഹത്തിനൊന്നും കേൾക്കത്തുമില്ല, ഒന്നുമില്ല. അബോധാവസ്ഥയിൽ കിടക്കുക. ബട്ട് യാതൊരു ചിന്തയുമില്ലാതെ ഈ സ്ത്രീ ഇത് വായിച്ചുകൊണ്ടേയിരുന്നു. ഈ പ്രത്യയമായിരിക്കുന്ന സമയത്ത് ആ സങ്കീർത്തനം വളരെ വിലയുണ്ട് എന്നുള്ളത് ഈ സ്ത്രീ മനസ്സിലാക്കി. എന്നാൽ ഏതാണ്ട് 5 മാസത്തിന് മുൻപ് ഈ സ്ത്രീക്ക് എന്തോ ഒരു ശാരീരികമായിരിക്കുന്ന ബലഹീനത കടന്നു വന്നപ്പോൾ ദൈവസന്നിധാനത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തനിക്ക് ഒരു അരുളപ്പാട് കൊടുക്കുകയുണ്ടായി. ആ അരുളപ്പാട് ഇപ്രകാരമായിരുന്നു: സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തലിനാൽ തിരികെ കിട്ടി. അന്ന് അസുഖം വന്ന സമയത്ത് ഈ സ്ത്രീ മനസ്സിലാക്കിയില്ല എന്തിനാ എന്നോട് ഇത് സംസാരിക്കുന്ന. പക്ഷെങ്കിൽ വളരെ പെട്ടെന്ന് തൻ്റെ ഭർത്താവിൻ്റെ കിടക്കക്കരിയിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന ഭർത്താവിൻ്റെ കിടക്കക്കരിയിൽ കിടക്കുമ്പോൾ ഈ സ്ത്രീ ഒരു കാര്യം പെട്ടെന്ന് തൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തലിനാൽ തിരികെ കിട്ടി. പെട്ടെന്ന് അവരുടെ ഉള്ളിൽ ഒരു ഫെയ്ത്തായിട്ട് അത് വെളിപ്പെട്ടു. അവളത് കൂടെ പറയുവാനായിട്ട് തുടങ്ങി. ഈ സംഭവങ്ങൾ ഡോക്ടർമാർ പല ടെസ്റ്റുകൾ നടത്തി അതിൻ്റെ പ്രത്യേകമായിരിക്കുന്ന കാരണം പറഞ്ഞത് ഈ സംഭവത്തിന് ചില നാളുകൾക്ക് മുമ്പ് ഇദ്ദേഹം 40 days കണ്ടിന്യൂസ് ഫാസ്റ്റ് ചെയ്തതിൻ്റെ പരിണിത ഫലമാണ് ഈ ബ്ലഡ് ലെവല് കുറയുവാൻ കാരണമെന്നുള്ളത് മനസ്സിലാക്കി. ബട്ട് ഫൈനലി ഇവരെന്ത് ചെയ്തു? ഈ വേർഡ് തന്നെ ഈ സ്ത്രീ പറഞ്ഞുകൊണ്ടേയിരുന്നു. എല്ലാവരും സഭയൊന്നടങ്കമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കൂടെ ഈ വേർഡ് ഈ സ്ത്രീ പറഞ്ഞുകൊണ്ട് മരിച്ചു കിടക്കുന്ന ഒരു ഭർത്താവ്, 52 വയസ്സ് പ്രായം അദ്ദേഹത്തിനുണ്ട്. മരിച്ചു കിടക്കുന്ന ഒരു ഭർത്താവിൻ്റെ കിടക്കക്കരിയിൽ ഇരുന്നു കൊണ്ട് ഈ സ്ത്രീ പറയുവാൻ തുടങ്ങി: സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. ഡോക്ടർമാർ പറഞ്ഞു 2 ദിവസമാണ് മാക്സിമം നമുക്ക് തരാൻ പറ്റുന്നത്. 2 ദിവസത്തിനുള്ളിൽ ഇദ്ദേഹം കോൺഷ്യസ് ആകുന്നില്ല എങ്കിൽ വേറെ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. സംഭവിച്ചത് ഏതാണ്ട് നെക്സ്റ്റ് ഡേ സഭ ഒന്നടങ്കമായി പ്രാർത്ഥിച്ചു. ഈ സ്ത്രീ ആ കിടക്കക്കരികിലിരുന്നു കൊണ്ട് ഈ വേർഡുകൾ പറയുവാൻ തുടങ്ങി. 116 സങ്കീർത്തനവും വായിച്ചുകൊണ്ടേയിരിക്കാൻ തുടങ്ങി. യാതൊരു കേൾവി യാതൊന്നും ഈ ഭർത്താവിനില്ല. എന്നാൽ ഒരു കാര്യം സംഭവിച്ചു. 17-ാം തീയതിയാണ് ഈ സംഭവം നടന്നത്. രാവിലെ 7:15
18-ാം തീയതി വൈകിട്ട് തൻ്റെ കൊച്ചുമക്കൾ അദ്ദേഹത്തെ ഫോണിൽ കൂടെ വിളിച്ചു. വെറുതെ ഫോണോ അമ്മ വല്യമ്മച്ചെടുത്ത് ഭർത്താവിൻ്റെ ചെവിയിലേക്ക് വെച്ചു. ആ കൊച്ചുമക്കൾക്ക് അറിയത്തില്ല ഈ വല്യപ്പൻ ഇത് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെങ്കിൽ ആ കൊച്ചുമക്കൾ പറഞ്ഞൊരു വേർഡുണ്ട്, വി ലവ് യു. ആ പിതാവ് അവിടെ വെച്ച് ആ വാക്ക് കേട്ടു. എന്താ കേൾക്കാനുള്ള കാരണം? വളരെ പെട്ടെന്ന് ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ചെയ്ത് ഏതാണ്ട് 8-ാമത്തെ ദിവസം കടന്നു വന്നപ്പോഴത്തേന് അവിടെ ഇതിൽ കൂടെ ഞാൻ വായിച്ചത്, ആ ബ്ലഡ് ലെവൽ കംപ്ലീറ്റ്ലി നോർമൽ ആകത്തക്കവണ്ണം ദൈവത്തിന് വലിയ കാര്യങ്ങൾ പ്രവർത്തിച്ചു. ആ പർട്ടിക്കുലർ സമയത്തും ഓർമ്മ പൂർണ്ണമായിട്ടില്ല എങ്കിലും അദ്ദേഹം 23-ാം തീയതി അദ്ദേഹത്തിൻ്റെ ആലയത്തിൽ ദൈവത്തിന് നന്ദി കരേറ്റുവാൻ 200 പേരോട് കൂടെ നിൽക്കുവാൻ ദൈവം സഹായിച്ചു. എന്താ ഞാൻ പറഞ്ഞു വന്നത്? ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു. എന്തായിരുന്നു വാഗ്ദത്തം? സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ അവിടെ ഉയർത്തുന്നതിന് തിരികെ കിട്ടി. ദൈവം ആ വേർഡ് തൻ്റെ ഉള്ളിൽ കൊടുത്തപ്പോൾ, ആ വേർഡ് തൻ്റെ നാവിൽ കൂടെ പറഞ്ഞു വരുവാൻ കാരണമായി തീർന്നത് ജീവനില്ലാത്ത തൻ്റെ ഭർത്താവിന് മേലോ ജീവൻ വ്യാപരിപ്പിക്കുവാനായിട്ട് കാരണമായി തീർന്നു. ദൈവത്തിൻ്റെ പർപ്പസ് പലതുണ്ട്, ബട്ട് നമുക്കത് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് എന്താ വിഷയമായിരുന്നത്? സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മരിച്ചു, അസാധ്യമെന്ന് ചിന്തിച്ചതാ, ഇനി ഒരിക്കലും പോസിബിൾ അല്ല എന്ന് ചിന്തിച്ചു. പക്ഷെ എന്തുണ്ടായിരുന്നു? ദൈവത്തിൻ്റെ വാഗ്ദത്തം അവൾ ഏറ്റുപറഞ്ഞത് മുഖാന്തരമായിട്ട് ജീവനില്ലാത്ത ഭർത്താവിന്മേൽ ജീവൻ പകരുവാൻ കാരണമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് ഓർപ്പിക്കട്ടെ, വിശ്വാസ വീരന്മാരുടെ പട്ടികയിലേക്ക് ഞാൻ നിങ്ങൾ കടന്നു വരുമ്പോൾ അസാധ്യമായ കാര്യം ചെയ്യുവാൻ സാധ്യമായി തീർന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം, എൻ്റെയും നിങ്ങളുടെ നാവിൽ കൂടെ ദൈവീയ വാഗ്ദത്തങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിൽ എനിക്കും നിങ്ങൾക്ക് മുൻപിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുമെന്നുള്ളതിനോ യാതൊരു സംശയമില്ല. ജീവൻ ഇല്ല എന്ന് ചിന്തിക്കുന്ന വിഷയത്തിന്മേൽ അതിന്മേൽ ജീവൻ കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം ശക്തനാണ്. നിങ്ങൾക്കറിയാം, അനേക സാക്ഷ്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഈ ദിവസങ്ങൾ എനിക്കും നിങ്ങൾക്കും വേണ്ടത് പരാജയത്തിൻ്റെ ഭീതി പറയുന്ന ഒരു കൂട്ടത്തിന് വേണ്ടി നിൽക്കുവാനല്ല, പിന്നെയോ എന്നിലും നിങ്ങൾക്കൂടെ ജയത്തിൻ്റെ കരങ്ങൾ വെളിപ്പെടുത്തുന്ന ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ കരങ്ങൾ വെളിപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്ന് ചെയ്യണം. നമ്മുടെ ചുറ്റുപാടുകളെ കണ്ടിട്ടോ എന്തെങ്കിലും ഒന്നോ ഞാൻ ഏറ്റെടുക്കുവാനല്ല, ദൈവത്തിൻ്റെ വാഗ്ദത്തം ഏറ്റെടുത്ത് അത് എൻ്റെ നാവിൽ കൂടെ കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം എന്നെ വിടുവിക്കുമെന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ 100% ദൈവം എന്നെ വിടുവിക്കും. ദൈവം എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സൗഖ്യമാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 100% സംഭവിക്കും. ചീഞ്ഞ് നാറിപ്പോയാലും നാറ്റം വെച്ച അവസ്ഥയിലായിരുന്നാലും എൻ്റെ ദൈവത്തിന് ഉയർപ്പിക്കുവാൻ ശക്തനാകുന്നുവെന്നുള്ളത് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്താ വേണ്ടത്? വിശ്വാസത്തിൻ്റെ വാക്കുകൾ വെളിപ്പെട്ടപ്പോൾ, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ, വിശ്വാസത്തിൻ്റെ കരങ്ങൾ കാണുവാൻ ഇടയായിത്തീർന്നപ്പോൾ ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ കാണുവാൻ ഇടയായിത്തീർന്നു. എനിക്കും നിങ്ങൾക്ക് വേണ്ടത് പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് വിശ്വാസത്തിന്റെ വാക്കുകൾ നാവിൽ കൂടെ കടന്നു വരട്ടെ. കഴിഞ്ഞ ദിവസം നമ്മളെ കേൾപ്പിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ ദാസൻ സംഘത്തിന് പ്രകാരം പറയുന്നു, ഞാൻ ഗിലിയാദ് എനിക്കുള്ളത്, അത് മനസ്സ് എനിക്കുള്ളത്, പിന്നീട് താൻ പറയുവാനുള്ളുന്നുണ്ട്. അതെ, ഇതൊക്കെ എന്തുകൊണ്ടാണ് എനിക്കുള്ളത്? യഹോവ തൻ്റെ വിശുദ്ധിയിൽ അരുളി ചെയ്തതുകൊണ്ട് ഞാൻ ആനന്ദിക്കും. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കുക, ദൈവം തൻ്റെ വിശുദ്ധിയിൽ അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനും അത് മാറ്റുവാൻ സാധ്യമല്ല, ഒരു ശക്തിക്കും എതിർക്കുവാൻ സാധ്യമല്ല. എന്താ വേണ്ടത്? വിശ്വാസം എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ പരിചയമായി തീരേണ്ടത് വളരെ ആവശ്യമാണ്. ശത്രുവിൻ്റെ തീയമ്പുകൾ എൻ്റെയും നിങ്ങളുടെ മേൽ വരുമെന്നുള്ളത് യാതൊരു സംശയമില്ല. എന്നാൽ വിശ്വാസത്തിൻ്റെ വാക്കുകളോ എൻ്റെയും നിങ്ങളുടെ നാവിൽ കൂടെ കടന്നു വരുമ്പോൾ ഒരു ശത്രുവിൻ്റെ ആയുധവും എൻ്റെ മേൽ കടന്നു വരാതെ വണ്ണം എന്നെ
രക്ഷിപ്പാൻ സ്വർഗ്ഗത്തിലെ ദൈവം ശക്തനാണ്. ഇന്ന് രാത്രി നമ്മുടെ എല്ലാവരുടെ കണ്ണുകളെ അടച്ചാട്ട് കർത്താവിന്റെ പരിശുദ്ധ മുഖത്തേക്ക് നമുക്ക് നോക്കിയാട്ട് ഒരു പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യങ്ങളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ ഒന്ന് നോക്കണമേ, എൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണോ ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ളത് ഒന്ന് ശാന്തമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കണം. ആരാധിക്കേണ്ടത് ആവശ്യത്തിന് വേണ്ടി അല്ല, പിന്നെയോ എൻ്റെ ദൈവം എൻ്റെ സൃഷ്ടാവാകിയാൽ ദൈവ സാന്നിധ്യത്തിൽ ഞാൻ ആയിരിക്കേണ്ടത് എനിക്ക് ആവശ്യമെന്ന് മനസ്സിലാക്കി ദൈവ സാന്നിധ്യത്തിൽ ആയിരിക്കുന്നുവെങ്കിൽ ദൈവം അതോടുകൂടെ സകലത് നൽകി തരുവാൻ അവൻ ശക്തനായിരിക്കും ദൈവമാ. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത പതിരിപ്പാര് പറയുന്നു, മുൻപേ അവന്റെ രാജ്യനീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ.